Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു തനി നാടൻ രീതിയിലുള്ള ഒരു കടലക്കറിയാട്ടോ. തേങ്ങയും മല്ലിമുളകൊക്കെ വറുത്തരച്ചിട്ടൊക്കെ ഒരു കറി ഉണ്ടാക്കത്തില്ലേ. അപ്പോൾ ആ രീതിയിലാണ് ഇന്ന് ഞാൻ കടലക്കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ മമ്മിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെ അതുപോലെ അപ്പം, ഇടിയപ്പം, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ഒരു കടലക്കറിയാട്ടോ ഇത്. ഇത് ഇങ്ങനെ കടലക്കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും നല്ലതാണ് ഈ ഒരു കടലക്കറി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് കടല, ഇത് ഞാൻ ഒരു രാത്രി ഫുൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഒരു മിനിമം 8 മണിക്കൂറെങ്കിലും കടല കുതിർത്ത് വെക്കണം കേട്ടോ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കടലയുടെ ലെവലിലാട്ടോ വെള്ളം ഒഴിക്കേണ്ടത്. ഇത്രയും മതി, കറക്റ്റ് കടലയുടെ ലെവലിലാണ് വെള്ളം നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സവാളയാണ് കേട്ടോ. അതൊരു മീഡിയം വലിപ്പത്തിലുള്ള സവാള. അത് മുഴുവനോട് കൂടെ തന്നെ ചേർക്കാം. തൊലിയെല്ലാം കളഞ്ഞിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ ചേർക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇതിന് തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ മല്ലി, 5 വെളുത്തുള്ളി, ഇത് ചെറിയ വെളുത്തുള്ളിയാണിത്, 4 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 10 കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 6 വറ്റൽമുളക്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് വറുത്തെടുക്കണം. ആദ്യമേ ഈ തേങ്ങ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് തിരുമ്മി എടുക്കുമ്പോഴത്തേക്കും ആ തേങ്ങയുടെ പീസസ് വലുതും ചെറുതും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപോലെ വരാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് അന്ന് അടിച്ചെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ തന്നെ നല്ല പൊടിഞ്ഞ് വരും ഇത്. ഇത് കണക്കെ ഇതിപ്പോൾ എല്ലാ തേങ്ങയുടെ പീസസ് ഒരുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ വറുത്തരയ്ക്കുന്ന തേങ്ങയൊക്കെ ആകുമ്പോൾ ഇതൊന്ന് മിക്സിയിട്ട് അടിച്ചിട്ടൊന്ന് വറക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തേങ്ങയുടെ പീസസും ഒരുപോലെ ഫ്രൈ ആയിട്ട് വരും. ഈ തേങ്ങ ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വറ്റൽമുളക് ഒന്ന് 2ആയിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കണം. ഇനി ബാക്കി എല്ലാ മസാലകളും ചേർക്കണം. പെരിഞ്ജീരകം ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കണം കേട്ടോ. മല്ലി, വെളുത്തുള്ളി, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കുരുമുളക്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് പെരിഞ്ജീരകം മാത്രം ഇടുന്നില്ല, ബാക്കി എല്ലാം ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ മൂപ്പിക്കണം കേട്ടോ. കരിഞ്ഞു പോകരുത്, നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആവണം. അതുവരെ ഇതൊന്ന് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അതുപോലെ ഈ തേങ്ങ വറുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അത് നമ്മളിങ്ങനെ പൊടിച്ചും കൂടി എടുത്തിരിക്കുമല്ലേ. അപ്പോൾ ആ ഒരു ക്ഷമയോടുകൂടി തന്നെ ചെറിയ തീരിട്ടിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു ചെറുതായിട്ടൊന്ന് ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പൊടിച്ച് ചേർത്തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് വരും കേട്ടോ. ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറായി. ഇപ്പോൾ ഡാർക്ക് ബ്രൗൺ ആയിട്ടില്ല കേട്ടോ. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുകയാണ്. എന്താ വെച്ചാൽ നമ്മൾ ഇരുമ്പ് ചീങ്കിട്ടിക്കകത്തല്ലോ നമ്മൾ വറക്കുന്നത്. അപ്പോൾ ആ ഒരു ചൂട് കൊണ്ട് ബാക്കിയും കൂടെ ഒന്ന് മുരിഞ്ഞ് വന്നെച്ചാൽ മതി. അപ്പോൾ ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് പെരിഞ്ജീരകം ചേർക്കാം. അപ്പോൾ പെരിഞ്ജീരകം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ ചേർക്കാനായിട്ട്. ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു വേറൊരു ടേസ്റ്റാണ്. പെരിഞ്ജീരകം പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും പെരിഞ്ജീരകം ചേർക്കുമ്പോൾ ലാസ്റ്റ് ചേർക്കാം. ആ പെരിഞ്ജീരകം ഇനി ചൂടി കിടന്നിട്ട് നല്ലതായിട്ട് മൊരിഞ്ഞ് വന്നോളൂ. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷവും ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ആ പാത്രത്തിൽ നല്ല ചൂടുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ഇളക്കൽ നിർത്തിക്കഴിഞ്ഞാൽ ഈ തേങ്ങ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. ഇത് മതി. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. വെച്ചാൽ ഇനി ഇതിൻ്റെ അകത്ത് കിടന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ തേങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഞാൻ മാറ്റുന്നത്. അതല്ലാതെ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചാലും മതി. കുക്കറിൽ എന്തായി നോക്കാം. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ എങ്ങനെയാണ് വേവിച്ചതെന്ന് വെച്ചാൽ ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ, ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ്. അന്നേരത്തേക്ക് കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതനുസരിച്ചിട്ട് മാറ്റം വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കുക്കറിൽ അങ്ങനെയാണ് കേട്ടോ ഞാൻ വേവിച്ചെടുത്തേക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ സവാള ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കുക.
അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കടലയൊക്കെ വരും കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. ഇത് കണക്കെ ഇതുപോലെ നല്ല പോലെ സവാള വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്നും ആദ്യമേ ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചതിന് ശേഷം അരയ്ക്കുന്നതാട്ടോ എളുപ്പം. അപ്പോൾ ഞാനിത് ഒന്ന് പൊടിച്ചിട്ട് വരട്ടെ. ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാണ്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊടിക്കുമ്പോൾ ഇതൊന്ന് സൈഡിലൊക്കെ പറ്റിയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് താഴേക്ക് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണ സവാള ഇറക്കാം. കുറച്ച് വെള്ളം. ഇപ്പോൾ ഞാനിതിലേക്ക് അരക്കപ്പ് വെള്ളമാട്ടോ ചേർത്തേക്കുന്നത്. ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരയ്ക്കുമ്പോൾ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മിക്സിയിൽ എങ്ങനെയാണ് അരയ്ക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് അരയ്ക്കുക. പക്ഷേ ഒരുപാട് വെള്ളമായി പോകരുത്. ഇനി ഇത് നമുക്ക് കടലയ്ക്കകത്തോട്ട് ചേർക്കാം. ഇനി ഈ ജാറൊന്ന് കഴുകി ഒഴിക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല. എനിക്ക് കടലക്കറി കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാനപ്പോൾ അതനുസരിച്ചിട്ടാണ് വെള്ളം ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് മിക്സ് ചെയ്യാം. ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ. ഞാൻ ഇതിന് ഉപ്പ് നോക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവുണ്ട്. ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഉപ്പിട്ടേച്ചാൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇതിപ്പോൾ ഞാൻ സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ആക്കി വെക്കുക. നല്ല പോലെ ലോ ആക്കിക്കോളൂ കേട്ടോ. ലോ ആക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കറി നല്ല തിക്കായിട്ടോ. അപ്പോൾ നല്ല മസാലയൊക്കെ ശരിക്കും കടലയ്ക്കകത്ത് നന്നായിട്ട് പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് സ്റ്റൗ കൊണ്ട് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്തിടണം. അതിനായിട്ടൊരു ചീൻചട്ടി ചൂടാക്കാൻ വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ തേങ്ങ വറുത്ത സെയിം ചീൻചട്ടി ആയിട്ടോ വെച്ചേക്കുന്നത്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത്, ഇതൊരു ബ്രൗൺ കളർ ആകണം. തേങ്ങാക്കൊത്ത് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു വറ്റൽമുളക് 2ആയിട്ട് പൊട്ടിച്ചിടാം, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടയിലേക്കകത്തോട്ട് ചേർക്കാം. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടലക്കറി നല്ല കറക്റ്റ് പരുവത്തിന് ഇരിക്കുക കേട്ടോ. അപ്പോൾ നല്ല കുറുകി, കറിയൊക്കെ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കുക. അതിൽ കുറച്ചും കൂടി ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം അധികം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു പരുവത്തിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നോക്കാം. അപ്പോൾ എൻ്റെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഇത് പുട്ടും കടലക്കറി. നമ്മൾ നല്ല ചൂട് പുട്ടും കറി ഇതിലേക്ക് ഒഴിക്കാം. നല്ല കുറുകിയ ഒരു പരുവത്തിലായിട്ടിരിക്കുന്നത്. അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടും ആട്ടോ ഇത്. അപ്പോൾ ഞാൻ ഈ പുട്ടിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കുന്നതെന്നുള്ളത്. കടയിൽ നിന്ന് മേടിച്ച് ഉണ്ടാക്കുന്ന പുട്ട് പൊടി വെച്ചിട്ട് സോഫ്റ്റ് പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ നല്ല പഞ്ഞി പോലത്തെ പുട്ട്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്
അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. കട്ടൻ ചായ ഉണ്ട്. ഞാൻ കട്ടൻ ചായ സാധനം കുടിക്കാറ്. കട്ടൻ ചായയും പുട്ടും കടലക്കറിയും.